റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വനിതാ BLOയെ ഡെപ്യൂട്ടി തഹസിൽദാർ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശമാണ് ഈ മണിക്കൂറിൽ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാനുള്ളത്. അസുഖമാണെന്നും വരാൻ കഴിയില്ലെന്നും ജീവനക്കാരി പറയുമ്പോൾ നിർബന്ധമായും ജോലിക്ക് വരണമെന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ ഭീഷണിപ്പെടുത്തുന്നതാണ് ശബ്ദ സന്ദേശത്തിലുള്ളത്. വന്നില്ലെങ്കിൽ തുടർന്ന് ജോലി ഉണ്ടാകില്ലെന്നും ഡെപ്യൂട്ടി തഹസിൽദാർ BLOയോട് പറയുന്നുണ്ട്. കേൾക്കാം. മാഡം, ഹലോ. ഹലോ, വന്നിട്ടുണ്ടായിരുന്നോ? താലൂക്ക് ഓഫീസിൽ എത്തിയായിരുന്നോ? ഇല്ല. എന്താ വരാത്തെ? സാറേ പറഞ്ഞല്ലോ, അത് ജോലി ചെയ്യാൻ താല്പര്യം സുഖമില്ലാത്തോണ്ട്. മാഡം, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ താല്പര്യത്തിനല്ല ജോലി ചെയ്യുന്നത്. തിങ്കളാഴ്ച പേപ്പറോടെ വരും. ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളൊക്കെ നമ്മുടെ താല്പര്യത്തിലല്ലേ, നമ്മളെല്ലാം സർക്കാർ ജീവനക്കാരാ. സാറേ ഞാൻ പറയട്ടെ, നിങ്ങളുടെ ICDS ഓഫീസർക്ക് പേപ്പർ കിട്ടിയിരിക്കും തിങ്കളാഴ്ച. മര്യാദയ്ക്ക് വരുന്നെങ്കിൽ വാ. ഓക്കെ, എത്ര എനിക്ക് പറയാനുള്ളത്. പിന്നീട് എക്സ്ക്യൂസ് പറയാനായിട്ട് എന്റെ അടുത്ത് വരരുത്. ഒരു ദാക്ഷിണ്യമില്ല. ഇന്ന് പേപ്പർ ഞാൻ കൊടുക്കും. ജോലി ഉണ്ടോ എന്ന് തിങ്കളാഴ്ച അറിയൂ. പിന്നെ ഇത് അല്പം കടുപ്പിച്ച് തന്നെ പറയുക. വേണമെങ്കിൽ വന്നു. ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരിലേക്ക് എത്തുന്ന ഈ ശബ്ദ സന്ദേശത്തിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഗോപാൽ ശീലാസനലും കൂടുതൽ വിശകലനങ്ങളുമായി റോഷിവാലുമാണ് ചേരുന്നത്. ആദ്യം ഗോപാലിലേക്ക്. ഗോപാൽ, മര്യാദയ്ക്ക് വരുന്നുണ്ടെങ്കിൽ വരണം, ഇനി കിട്ടിയില്ലെങ്കിൽ ജോലി ഉണ്ടോ എന്ന് അപ്പോൾ നോക്കാമെന്നൊക്കെയാണ് ഇതിൽ തഹസിൽദാർ പറയുന്നത്. അതൊരു ഭീഷണി സ്വരം തന്നെയാണ്. സുഖമില്ലാത്തത് കൊണ്ടാണ് ഇറങ്ങാൻ പറ്റാത്തതെന്ന് BLO പറയുന്നു. ഈ കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഒരു വനിതാ BLOയെയാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്. പല കളക്ടർമാരും ഈ ആത്മഹത്യക്ക് ശേഷം തന്നെ ഇത് ജോലി സമ്മർദ്ദം കൊണ്ടല്ലെന്നൊക്കെ പറയുന്ന വിശദീകരണങ്ങളെ പൊളിക്കുന്നതാണ് ഇപ്പോൾ വരുന്ന ഈ ശബ്ദ സന്ദേശം. പറയൂ, വിശദാംശങ്ങൾ എന്താണ്? റോഷ്നി, ഈ ആത്മഹത്യ നടക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മുൻപുള്ള ശബ്ദ സംഭാഷണം, അതായത് ഒരു BLOയും ചുമതലപ്പെട്ട അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും തമ്മിൽ നടത്തുന്ന ശബ്ദ സംഭാഷണമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. കരുനാഗപ്പള്ളിയിലെ ഡെപ്യൂട്ടി തഹസീൽദാർ തസ്തികയിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇതിൽ ഈ വനിതാ BLOയെ ഭീഷണിപ്പെടുത്തുന്നത്. അതിൽ നിങ്ങൾ എപ്പോഴാണ് താലൂക്ക് ഓഫീസിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചാണ് ഈ സംഭാഷണം തുടങ്ങുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് തനിക്ക് സുഖമില്ല എന്നും ഇപ്പോൾ ജോലി ഇറങ്ങാൻ കഴിയുകയില്ല എന്നും താല്പര്യമില്ല എന്നും പറയുമ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനോ സൗകര്യത്തിനോ അനുസരിച്ചല്ല ഈ ജോലി ചെയ്യേണ്ടത്. സർക്കാരാണിത് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ ചെയ്തു പോകണം. എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് വന്നോണം. ആ വാചകം അതിൽ ഉപയോഗിക്കുന്നുണ്ട്. മര്യാദയ്ക്ക് വന്നോണം, അല്ലെങ്കിൽ തിങ്കളാഴ്ചയിലേക്ക് പേപ്പർ ഞങ്ങൾ അയക്കും. ആ പേപ്പർ വന്നതിന് ശേഷം അറിയാം തിങ്കളാഴ്ച നിങ്ങൾക്ക് ജോലി ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ. അതായത് ആ ജീവനക്കാരിയുടെ, അത് ഏത് വകുപ്പിലെ ഉദ്യോഗസ്ഥയാണെങ്കിലും അവരുടെ ജോലി തെറിപ്പിക്കുമെന്ന തരത്തിലേക്കുള്ള ഭീഷണി സ്വഭാവത്തിലുള്ള ഓഡിയോ സന്ദേശമാണ് അതിലുള്ളത്. അതിൽ പറയുന്നത് ഒരു ദാക്ഷിണ്യവും കാണില്ല, കടുപ്പിച്ച് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു തരത്തിലേക്കും ഒഴിഞ്ഞു മാറാമെന്നോ ഒഴിഞ്ഞു പോകാമെന്നോ കരുതേണ്ടതില്ല എന്ന തരത്തിലേക്കുള്ള കർശനമായ അങ്ങേയറ്റം ഭീഷണി സ്വഭാവത്തിലുള്ള ഒരു ഓഡിയോ സന്ദേശം. 48 സെക്കൻഡാണ് ഈ ഓഡിയോ സന്ദേശം മുഴുവനായി ഉള്ളത്. ആദ്യ 2 വാചകം മാത്രമാണ് ഇതിൽ ആ BLO ആയിട്ടുള്ള സ്ത്രീ പറയുന്നത്. തനിക്ക് സുഖമില്ല എന്നും താല്പര്യമില്ല എന്നും ആദ്യ തവണ പറയുന്നു. രണ്ടാമത്തെ വാചകത്തിൽ അതേ സുഖമില്ല എന്ന് പറയുന്ന കാര്യം അവർ ആവർത്തിക്കുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു വാചകവും അവരെ പറയാൻ അനുവദിക്കുന്നില്ല. അങ്ങോട്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന തരത്തിലേക്ക് ശാസനയുടെയും താക്കീതിന്റെയും ഭീഷണിയുടെയും സ്വരത്തിലുള്ള വാചകങ്ങളാണ് ഇതിൽ ഇപ്പോൾ നമുക്ക് കൃത്യമായി വ്യക്തമാകുന്നത്. കരുനാഗപ്പള്ളിയിലാണ്, കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് ഇത്തരത്തിൽ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ ജില്ലാ കളക്ടർമാരും ഡെപ്യൂട്ടി കളക്ടർമാരും ആവർത്തിച്ച് വാദിച്ചു കൊണ്ടിരുന്നത് ഭീഷണിയോ സമ്മർദ്ദമോ അല്ല ഈ ആത്മഹത്യക്ക് കാരണം, വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാണ് എന്നതൊക്കെയാണ്. എന്നാൽ അതിന് ഓരോന്നിനെയും പൊളിക്കുന്ന തരത്തിലേക്കുള്ള രേഖകളും ശബ്ദ സംഭാഷണങ്ങളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓഡിയോയിൽ കൃത്യമായി തന്നെ നമ്മൾ വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം അത് സാധാരണഗതിയിൽ കേൾക്കുന്ന ഒരാൾക്ക് തന്നെ ഇതിൽ എന്താണ് ഈ ഉദ്യോഗസ്ഥൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇതിൽ ഒരു എക്സ്ക്യൂസും പറഞ്ഞ് പിന്നീട് തൻ്റെ അടുത്തേക്ക് വരുന്നത്, ഒരു വിശദീകരണവും പറഞ്ഞ് തൻ്റെ അടുത്തേക്ക് വരരുത്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ജോലി പോയിട്ട് പിന്നീട് തൻ്റെ അടുത്ത് വന്നാൽ താൻ ഉത്തരവാദിത്തം ഏൽക്കുകയില്ല എന്നും തിങ്കളാഴ്ചയോടുകൂടി ഇതിലൊരു തീരുമാനമാക്കി തരും. ആ തീരുമാനമാകേണ്ടെങ്കിൽ, ജോലിയിൽ നിന്ന് പുറത്താകേണ്ടെങ്കിൽ കൃത്യമായി തന്നെ ഈ BLO ജോലിക്ക്, അതായത് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുന്ന ജോലിക്ക് ഇറങ്ങണമെന്ന് അവരോട് ശാസനയുടെ സ്വഭാവത്തിൽ തന്നെ പറയുന്നു. ഒരാൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ, അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ ശാരീരിക ബുദ്ധിമുട്ടിനെയോ ആരോഗ്യ പ്രശ്നത്തിനെയോ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഡെപ്യൂട്ടി
തഹസീൽദാരുടെ മുകളിലുള്ളവർ കൃത്യമായ സമ്മർദ്ദം ഉണ്ടായിരിക്കാം. മുകളിൽ ഡെപ്യൂട്ടി കളക്ടറുണ്ട്, ജില്ലാ കളക്ടറുണ്ട്, ജില്ലാ കളക്ടർക്ക് മുകളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരുണ്ട്. ആ മുകളിൽ നിന്ന് വരുന്ന സമ്മർദ്ദം അത് ജില്ലാ കളക്ടർ വഴി, ഡെപ്യൂട്ടി കളക്ടർ വഴി, താഴേക്കിടയിൽ വില്ലേജ് ഓഫീസർമാർ വഴി BLOയിലേക്ക് എത്തുമ്പോൾ അത് വലിയ തരത്തിലേക്ക് ഏറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന BLOമാരെ ബാധിക്കുന്നു. അവർക്ക് ഒരു വാചകം പോലും അങ്ങോട്ട് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് അത്രയധികം രൂക്ഷമായ ഭാഷയിലാണ്. തിരിച്ച് മറുപടിയില്ല, തിരിച്ച് സംസാരിക്കാൻ സാധിക്കുന്നില്ല. പലതവണ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴും അവരെ തടയുകയാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ എന്ന് പറയുന്നു. ആ ദാക്ഷിണ്യം ഒന്നും ഉണ്ടാവില്ല, കടുപ്പിച്ച് തന്നെയാണ് പറയുന്നത്.